23കാരൻ പത്തനംതിട്ട അടൂർ സ്വദേശിയായിട്ടുള്ള ജോയൽ ബി ജോസ് സൈബർ സാധ്യതകളെ ദുരുപയോഗം ചെയ്ത് നടത്തിയ തട്ടിപ്പാണ് പോലീസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസിയാണ് ഇങ്ങനെയൊരു ഹാക്കിംഗ് നടക്കുന്നുണ്ട് എന്ന കാര്യം കേരള പോലീസിന് അങ്ങനെ ഒരു വിവരം കൈമാറുന്നത്. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി പത്തനംതിട്ട അടൂർ സ്വദേശിയായിട്ടുള്ള ഈ യുവാവിനെ അറസ്റ്റ് ചെയ്തു. ഈ യുവാവ് നിലവിൽ റിമാൻഡിലാണ്. ഇയാളുടെ പക്കൽ നിന്ന് ഈ കമ്പ്യൂട്ടറും ഈ ഹാക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വസ്തുക്കളും ഒക്കെ തന്നെ പോലീസ് കണ്ടുകെട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. പോലീസ് നിലവിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഇയാൾ ഒറ്റയ്ക്കല്ല ഈ കുറ്റകൃത്യം ചെയ്തത് എന്നതാണ്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസി ഇതിന്റെ പിന്നിലുണ്ട്. അവർ വഴിയാണ് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ സാങ്കേതിക പ്രാവീണ്യം നേടിയിട്ടുള്ള ആളാണ് ഈ പ്രതി. അതായത് സൈബർ സുരക്ഷ സംബന്ധിച്ചുള്ള പഠനമൊക്കെ നടത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയാണ് ഈ പ്രതി ഈ കുറ്റകൃത്യം നടത്തിയത് എന്നതാണ് പോലീസ് പറയുന്നത്. കൂടുതൽ പ്രധാനമായിട്ടും കമിതാക്കളാണ് ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ട് ഈ കുറ്റകൃത്യത്തിന് വേണ്ടി യുവാവിനെ സമീപിച്ചത്. അതായത് ഒരു പങ്കാളി മറ്റൊരു പങ്കാളിയുടെ സ്വകാര്യ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഇയാളെ സമീപിക്കുന്നു. അയാൾ ഈ ഹാക്കിങ്ങിലൂടെ അത് എടുത്തു നൽകുന്നു. പകരം ഈ ആവശ്യക്കാർ ഇയാൾക്ക് പണം കൈമാറുന്നു. അങ്ങനെയായിരുന്നു ഈ ഒരു കുറ്റകൃത്യം നടന്നിരുന്നത്. അതായത് ഈ ഫോൺ വിളി വിവരങ്ങൾ അതിനോടൊപ്പം തന്നെ ലൊക്കേഷൻ ഒക്കെയാണ് ഇങ്ങനെ ആവശ്യക്കാർ ചോദിച്ചു ചെല്ലുന്നത്. അത് നൽകി പണം വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു ആ കുറ്റകൃത്യം നടന്നത്. എന്തായാലും പോലീസ് അതൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇയാളെ സമീപിച്ച ആവശ്യക്കാരെ കേന്ദ്രീകരിച്ചും പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു അറിവായിരുന്നു ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നത്. അതായത് സൈബർ സാധ്യതകളെ കുറിച്ചൊക്കെ നന്നായി പഠിച്ചു. പക്ഷേ അതിങ്ങനെ ഒരു വലിയൊരു കുറ്റകൃത്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നതാണ് യാഥാർത്ഥ്യം.